ഹലോ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടോ. ഇത് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണണം, നിർബന്ധിക്കുകയാണ് നിങ്ങളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഇട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളാരും നിർബന്ധമായിട്ട് കാണണമെന്ന് പറയാറില്ല. ഇത് ഞാൻ നിർബന്ധമായിട്ട് കാണണമെന്ന് പറയും. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി അപ്പുറപ്പുറമുള്ള ആളുകളായിക്കോട്ടെ, ആ വീട്ടിലെ ഒരാൾ, ഒരു മനുഷ്യജീവി ഉണ്ടെങ്കിൽ ആ മനുഷ്യജീവിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഏവർക്കും പരിശോധിക്കാൻ പറ്റും, അറിയാൻ പറ്റും, അവരുടെ വിഷമങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ആ അമ്മയെക്കുറിച്ച് ഒരു യൂട്യൂബർ ഒരു വ്ളോഗ് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ നാടിനെയും കുടുംബക്കാരെയും മൊത്തം വേദനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. അപ്പോൾ അവരുടെ കുടുംബക്കാർക്കൊക്കെ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ നാട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വിവരിച്ചെന്നുള്ളൂ വിഷയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവരുടെ കുടുംബക്കാരൊക്കെ ഇതിനകത്ത് ഭയങ്കര വിഷമത്തിലാണ്. അവർ നമ്മളോട് സംസാരിച്ചു, വിഷമം പങ്കുവച്ചിട്ടുണ്ട്. അവരതിൻ്റെതായ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങൾ അറിയാം കേട്ടോ. ഈ അമ്മച്ചിനെ വെച്ചുകൊണ്ട് ഇന്നലെ ഇവിടുത്തെ അടുത്തൊരു യൂട്യൂബ് വ്ളോഗർ എടുത്തുകൊണ്ട് ഒരു വീഡിയോ എടുത്തു. അതായത് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ വീട് ഇങ്ങനെയാണ്, ഇതിന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തു. അതിനെന്താ ചെറിയ തിരുത്തൽ എന്നത് നാട്ടുകാരെ മൊത്തം അവഹേളിക്കുന്ന രീതിയിലൊരു വീഡിയോ ആണ് വന്നത്. ഇതിൻ്റെ മെയിൻ വിഷയം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മെമ്പർ ഇപ്പോൾ ജസീന എന്ന് പേരെടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ജസീനാൻ്റെ പേരെടുത്ത് മെമ്പർ പേരെടുത്ത് പറയണേ, ഞങ്ങൾ ഈ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ആ കാണുന്ന ബാത്റൂം ഉണ്ടല്ലോ, ആ ബാത്റൂമിൽ ഒരു അരച്ചോര് വെച്ചുങ്ങാണ്ട് മുകളിലൊരു പായ കെട്ടിങ്ങാണ്ട് വെച്ചിന്, ഒരു പായ കെട്ടിയാണ്ട് വെച്ചിന്. അപ്പൊ നമ്മളത് പറഞ്ഞത് ഇലക്ഷൻ്റെതല്ല, ഇലക്ഷൻ അല്ല, ഇലക്ഷൻ ജയിച്ചാലും തോറ്റാലും നേരാക്കി തരാമെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞേക്കാണ് ആ ബാത്റൂം, പുറകിൽ കാണുന്ന ആ ബാത്റൂം നമ്മൾ നേരായി കൊടുത്തത്. അത് പാർട്ടി ഫണ്ടോ കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ എടുത്തുകൊണ്ട് നേരായി കൊടുത്തത്. അതുപോലെ വീടിന് ലൈഫിൽ വീടിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഈ വീട്ടിൽ കടന്ന് മരിക്കണം, അതുകൊണ്ട് എനിക്ക് പുതിയൊരു വീടൊന്നും വേണ്ട, ഈ വീടൊന്ന് ചോരാത്ത കോലത്തിലാക്കി തന്നാൽ മതി. അതിന് ശേഷമാണ് ഈ കമ്പിയും പട്ടിയാക്കി കൊടുത്തത്. പിന്നെ പിന്നെ കട്ടിലോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് വൃദ്ധന്മാർക്കുള്ള കട്ടിലിന്റെ സാഹചര്യം വന്നപ്പോൾ അത് പഞ്ചായത്തിന് കട്ടിൽ കൊടുത്തു. വർഷങ്ങളായിട്ട് മുടങ്ങി കിടന്നിരുന്ന പെൻഷൻ ഇരുന്ന് അത് ഉസ്മാൻ കോയ മുന്നിട്ട് ഇറങ്ങിങ്ങാണ്ട് ആ പെൻഷൻ നേരായി കൊടുത്തു. പിന്നെ അല്ലാതെ ആശ്രയ പദ്ധതി നിന്നിട്ട് ഏകദേശം 3 വർഷത്തിന്റെ ഇതായി. വെള്ളത്തിന്റെ പൈപ്പ് ഇവിടം വരെ എത്തിച്ചിരിക്കണ്, ഇവിടം വരെ എത്തിച്ചിരിക്കണ്. പിന്നെ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയതാണ്. മകളുണ്ട് എന്നുള്ളൊരു കാരണത്താൽ അത് ഒഴിവായി. അതിപ്പോൾ നമുക്കറിയാലോ, പിന്നെ മക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾക്കുള്ളൂ അതിൽ പിന്നെ ഈ അതിദാരിദ്ര്യ ലിസ്റ്റിൽ പെടുത്തുള്ളൂ. ഈ സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് പിന്നെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. പിന്നെ ഇപ്പോൾ ഇതിനിപ്പോൾ സംഭവം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ ഇപ്പോൾ ഈ യൂട്യൂബ് വ്ളോഗ് ചെയ്ത ആൾ അടുത്ത വീട്ടിലാണ് എന്ന് പറഞ്ഞു. ഈ അടുത്ത വീട്ടിൽ അറിയുന്ന ആൾക്കാർ പട്ടിണി അറിയണമെങ്കിൽ അവരല്ലേ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും മറ്റുള്ളവരെ അറിയിക്കണം. അറിയിച്ചിട്ട് ചെയ്ത് കൊടുക്കാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ മാമ്പഴനെ പ്രതീക്ഷിച്ചാണ് ഒരു ക്ലബ്ബാണെങ്കിലോ ഇനി പല സംഘടനകളോ യുവാക്കളോ എല്ലാം ചെയ്തുങ്ങാണ്ട് എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കണേ. പക്ഷെ ഇത് ചെയ്തപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മാനസിക വിഷമം വന്നു. ഇതിന് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തുള്ള വീടുകളാണ് ഇതിന്റെ പട്ടിണിയോ കാര്യങ്ങളോ അറിയേണ്ടത്. പിന്നെ ഇവരെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ആരിസുണ്ട്, ആരിസിന്റെ വീട്ടിലാണ് അധികം കാര്യങ്ങൾ ഉണ്ടായാലും അവർ നല്ലപോലെ നോക്കലുണ്ട്, കെയറിങ്ങും കാര്യങ്ങളും. അവൻ്റെ പിന്നെ വൈഫ് ബുഷ്ര, അവള് എല്ലാ കാര്യങ്ങളും നല്ല കുളിപ്പിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ അവര് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ആര് വ്ളോഗർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടതെന്ന് അറിയില്ല. കുറഞ്ഞ നിമിഷത്തിൽ എന്താ പറയുക, ഇത് എങ്ങനെയാണ് ഇത് കഴിഞ്ഞിരുന്ന കാര്യങ്ങളെങ്കിലും ആലോചിച്ചിട്ട് വേണ്ടി കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കാണുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴും എൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടായിരിക്കാം. നിങ്ങൾക്ക് പുറകോ കാര്യം എന്ത് വേണമെങ്കിലും അതിന് എടുത്തോളൂ എന്ന് ഞാൻ പറിച്ചില്ല, ഒരു കൊണ്ടല്ല, എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറയും. പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കാം എന്തെങ്കിലും കുഞ്ഞും ഇടത്തെ വിശേഷം, എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല, ഒന്നുമില്ല, ഇപ്പൊ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയിരിക്കൂല, കുട്ടങ്ങളെ വിളിക്കാത്ത കുഴപ്പമില്ലല്ലോ. കുട്ടങ്ങളാരാ? ആങ്ങളെന്റെ കുട്ടിയല്ലേ? മോന്റെ വീട്ടിൽ ചെന്നിരിക്കാൻ പറയണത് ഞങ്ങളെ നോക്കാനല്ലേ? പക്ഷെ നിങ്ങൾ പോയിരിക്കൂല അല്ല. അപ്പൊ അത് ഓനെ കുറ്റം പറയാൻ നമുക്ക് പറ്റൂല, കുടുംബക്കാരെ പറയാൻ പറ്റും. കുടുംബങ്ങളെ ഇതിൽ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം കുട്ടനെ നമ്മൾ ഫോണിൽ വിളിച്ച് അന്വേഷിച്ച കുട്ടന് അതിന്റെ മരുന്നിന്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. കുട്ടന്റെ പേരെടുത്ത് പറയല, എന്റെ സുഹൃത്താണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ മരുന്നിന്റെ കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം പറയാം. ആ വീട്ടിൽ ഇവിടുന്ന് താമസം മാറ്റി അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവര് പോയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോകുക. മെമ്പർക്ക് എന്താ പറയാനില്ല, കാരണം മെമ്പർ പേരെടുത്ത് പരാമർശിച്ചതല്ലേ. ഇപ്പോ ഇന്നലെ ഒരു തൊട്ടടുത്ത നൗഷാദ് അലി എന്നുള്ള ഒരു ബ്ലോഗർ
ഈ അമ്മേനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണാൻ സാധിച്ചു. വളരെയധികം സങ്കടം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. കാരണം നമുക്കറിയാം ഈ അമ്മയുടെ മുമ്പത്തെ സാഹചര്യം നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന സമയത്താണ്. നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് വാടുത്ത അവസ്ഥ എന്നുള്ള സമയത്ത്. അന്നേരമാണ് ഈ അമ്മേൻ്റെ വീട് കണ്ടപ്പോൾ വളരെയധികം നമുക്ക് സങ്കടമായി. പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ടോയ്ലറ്റ് വരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഒരു കല്ല് വെച്ചിട്ടാണ് ഈ അമ്മേൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിരുന്നത്. അന്നേരം നമ്മളൊരു പറഞ്ഞ വാക്കുണ്ട്, നമ്മുടെ ഈ ഇലക്ഷനിൽ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഫസ്റ്റ് ചെയ്യണ വർക്ക് നിങ്ങൾ ടോയ്ലറ്റ് ശരിയാക്കി തരികയെന്ന്. അത് നമ്മൾ ജയിച്ച ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അമ്മക്ക് നല്ലൊരു ശൗചാലയം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ നമ്മോട് പറഞ്ഞു, അന്നേരം നമ്മൾ കണ്ടൊരു കാര്യം തന്നെയായിരുന്നു ഈ വീടിൻ്റെ ചോർച്ച. അമ്മേൻ്റെ വീട് ഒരു ഷീറ്റ്, പ്രധാനമായിട്ട് ഓടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഷീറ്റായിരുന്നു, ഫുള്ള് ചോർന്ന്. ഒരു മഴ പെയ്താൽ വെള്ളം ഉള്ളിലേക്ക് വരുന്നൊരവസ്ഥയിലായിരുന്നു. അത് നമ്മൾ ഒരാളെ വെച്ചിട്ട്, ഇൻഡസ്ട്രിയൽ പണിക്കാരനെ വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഈ അമ്മക്ക് ആ വീടിൻ്റെ ചോർച്ച മാറ്റിയത്. അന്നേരം അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഈ വീട്ടിൽ കടന്ന് മരിച്ചാൽ മതി കുട്ടി, എനിക്ക് വേറെ പുതിയ വീടൊന്നും വേണ്ട, എൻ്റെ വീടിൻ്റെ ചോർച്ച നിങ്ങൾ മാറ്റി തന്നാൽ മതി എന്നായിരുന്നു പറയുന്നത്. അതും നമ്മൾ നല്ലൊരു എമൗണ്ട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ അതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ പെൻഷൻ തന്നെ കുറേ കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു, അതും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ പിന്നെ അമ്മക്ക് വേണ്ട കുടിവെള്ളം, ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പൈപ്പ് കുറച്ച് താഴെ ഭാഗത്തായിരുന്നു, അത് നമ്മൾ പിന്നെ കുറച്ച് അങ്ങോട്ട് നമ്മൾ നീട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അമ്മക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അമ്മ വിളിക്കാറുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മ നമ്മളോട് പിന്നെ പറയലും തന്നെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ അമ്മേനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അമ്മേൻ്റെ മോള് ഇപ്പം ഇനി വിദേശത്താണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോളും വിളിക്കലുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത്, ഈ വീഡിയോ പിന്നെ ചെയ്ത ആൾ എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം അമ്മക്ക് വലിയൊരു ആധുനിക സൗകര്യങ്ങളോ അങ്ങനെയൊന്നും അമ്മ ഉദ്ദേശിക്കണ പോലുമില്ല. പിന്നെ മാത്രമല്ല പഞ്ചായത്തിൻ്റെ ഇതിൽ തന്നെ വയോജനങ്ങളുടെ കട്ടിൽ എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അമ്മക്ക് മുമ്പേ ഒരു കട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആശ്രയ പദ്ധതി ഇപ്പൊ നിലച്ചു പോയിട്ട് ഒരു 3-3.5 വർഷത്തോളമായി. അല്ല, ആശ്രയ പദ്ധതി ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്തു ഈ ആഷിക്കും ടീമും ബാത്റൂം. പിന്നെ ആശ്രയ പദ്ധതി മുമ്പുള്ള മെമ്പറുടെ സമയത്താണ് ആ പദ്ധതി ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സമയത്ത് ആ ഒരു പദ്ധതി തന്നെ ഇല്ല. പിന്നെ അതിദരിദ്ര ലിസ്റ്റിൽ അമ്മ ഉൾപ്പെടാത്ത കാരണം നമുക്കറിയാം. അതിദരിദ്ര ലിസ്റ്റ് പറഞ്ഞാൽ ഒരു ആശ്രയവും ഇല്ലാത്ത, അതായത് മക്കളോ ഭർത്താവോ ഇല്ലാത്ത ആളുകളെ മാത്രമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുക. അമ്മ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ വെരിഫിക്കേഷൻ ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് അമ്മക്കൊരു മോളുണ്ട് എന്നുള്ള കാരണത്താലാണ് അമ്മ ആ ലിസ്റ്റിൽ നിന്ന് പോവാൻ കാരണം. പക്ഷെ എന്നാലും നമ്മൾ അമ്മയോട് പറയാറുണ്ടായിരുന്നു, എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം എന്നൊക്കെ. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഈ വ്ളോഗർ ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാവാത്തത്. അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? നിങ്ങളിവിടെ പട്ടിണി നടക്കണ്ടോ? നിങ്ങൾക്ക് എന്ത് പട്ടിണി എടുക്കല? നിങ്ങൾ ഇന്ന അറിയുന്ന ആളല്ലേ? നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ പറയാം. നിങ്ങളെ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീടിന് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം? വീട് പഞ്ചായത്തിൽ നിന്നല്ല കിട്ടിയത്, റിപ്പയർ ചെയ്ത് തന്നത്, പട്ടിയും കമ്പിയൊക്കെ ആക്കി നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നില്ലേ? നിങ്ങൾക്ക് കക്കൂസ് ഉണ്ടായില്ലല്ലോ, പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് ശരിയാക്കി തന്നില്ലേ? നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടായില്ലല്ലോ, പെൻഷൻ ശരിയാക്കി തന്നില്ലേ? പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം, ഒരു പൈപ്പ് ഇങ്ങോട്ട് എത്തിച്ചെന്നില്ലേ? അതിൽ നിങ്ങൾക്ക് ഇനി മഴന്ന് വെച്ചാൽ നമുക്ക് മുറ്റത്തേക്ക് ഒരു പൈപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ക്ലബിന്റെ കെയർ ഓഫിൽ കുറച്ചുകൂടെ വെച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരു ടാങ്ക് വെച്ചുകൊടുത്ത് അതിന് ഇത്ര 10-20 മീറ്ററുള്ള പൈപ്പിന്റെ ഗ്യാപ്പുള്ളൂ. പക്ഷെ എന്നാൽ ഈ പ്രായത്തിൽ ഞാൻ ബക്കറ്റ് എടുത്തുകൊണ്ട് പോരണ്ട, ആ പൈപ്പിന്ന് റോസ് ഇട്ടുകൊണ്ട് ഒരു 500 ലിറ്ററിന്റെ ടാങ്ക് വെച്ചുകൊണ്ട് അത് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുക. അത് നമ്മൾ എന്തായാലും സ്ഥാപിച്ചു കൊടുക്കും. പിന്നെ അത്യാവശ്യം വേണ്ട അത് 2-3 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇപ്പൊ അമ്മച്ചിക്ക് അമ്മച്ചിനെ നോക്കാൻ ആരെങ്കിലും വരും, അമ്മച്ചിക്ക് അമ്മച്ചിന്റെ സ്വന്തം വീട്ടിൽ തന്നെ കഴിയണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് അമ്മച്ചിയോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ആങ്ങളുടെ മക്കള് കുട്ടനെ വേറെ കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ മാമ്പഴ അലവിന്റെ പീടി ഉണ്ടല്ലോ, അലവിന്റെ പീടി പോയിങ്ങാണ്ട് നിങ്ങൾ നടന്നു പോയി വാങ്ങണമെന്നല്ല. അപ്പൊ വന്നുകാണ്ടേ അലവിനോട് ഇവിടെ എത്തിച്ചേരാൻ പറയാം. നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു കൂടെ എത്തിച്ചു തന്നോളൂ. നിങ്ങൾ ഏറ്റവും കൊണ്ട് പോരാ, അത് പൈസ ഇതായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധനം സാധനമാണെങ്കിലും നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ച് അല്ലെങ്കിൽ ഫോം വിളിച്ചുകൊണ്ട് പക്ഷേ ഈ വ്ളോഗർ എന്ത് ചെയ്യേണ്ടിയിരുന്നു? നമ്മൾ ആരെങ്കിലും ഒക്കെ അറിയിക്കണ്ടേ ഈ പരിസരത്തുള്ള ആളുകളെ, ആഷിഖിനെ, സെയ്ദ് ആക്കുനെ എല്ലാവരും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, ഞാൻ 4 പേരെ അപ്പുറയാണെങ്കിലും
ഞാൻ 4 വരെ അപ്പുറം നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല, പറഞ്ഞാലും അറിയാൻ പറ്റുള്ളൂ. ഈ എടുത്ത വ്ളോഗർക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാണ് വ്ളോഗർ. വ്ളോഗറും ചിന്തിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ, തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഇന്ന് വരെ കിട്ടാതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണോ? അങ്ങനെ ഉണ്ടായിക്കണുണ്ട് എന്ന് പറയണം. ഞാൻ പറയാ നമുക്ക് ദൈവത്തിന് പറയാം. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ ആ വ്ളോഗ് ശ്രദ്ധിച്ചോ? മൂപ്പത്തിര് എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, ഇതൊരു പ്രശ്നമില്ല. മൂപ്പത്തിര് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതൊരു പോയിന്റാണ്, അതുകൂടി മനസ്സിലാക്കണ്ടേ നമ്മള്. വെറുതെ എന്തെങ്കിലും ആ ബ്ലോഗർ ഇതെടുത്ത് നിങ്ങളെ സമ്മതപ്രകാരമാണോ അല്ലേ ഇവിടെ വന്നിട്ടോണ്ട് ഞാൻ എന്താ പറയാ? എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിച്ച് നാട്ടിലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വലിയ സംഭവമാക്കി മാറ്റുന്ന ചില വ്ളോഗർമാരുണ്ട്. ആ കൂട്ടത്തിൽ പെടാതിരിക്കുക എല്ലാവരും, അതാണ് പറയാനുള്ളത്. കാരണം വയസ്സായ ഒരു കുഞ്ഞുമ്മു ചേച്ചി എന്ന് പറഞ്ഞൊരു അമ്മ നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുണ്ട്. അവര് പ്രത്യേകിച്ച് ബീഫ്, ചിക്കൻ അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാത്ത ആളാണ്. പുള്ളിക്കാരത്തി ഇലക്കറികൾ, സിമ്പിളായിട്ടുള്ള കറികൾ, ഒറ്റക്കല്ലേ, വേറെ മക്കളും കുട്ടികളൊന്നുമില്ല. ചിക്കനും ബീഫും ആടും ഇതിനൊന്നും ആവശ്യം അവർക്കില്ല. അപ്പോൾ അവർ സിമ്പിളായിട്ടുള്ള ഇലക്കറികൾ, അങ്ങനെയുള്ള കറികൾ നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മുരിങ്ങ, ചീര, ഇതെന്താ പോഷകാഹാരമല്ലേ? ഇതൊക്കെ മോശമാണോ? ഇത് കഴിച്ച മനുഷ്യൻ ചത്തുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചട്ടി പിന്നെ വീഡിയോസിൽ കാണിച്ച് പരിതാപകരമായ രീതിയിൽ വീഡിയോ ചെയ്ത് ഞങ്ങളെ നാട്ടുകാരെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിൽ. എൻ്റെ 4 വരെ അപ്പുറത്താണ് ഈ വീട്. ഇവരെ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. ഇവർക്ക് എന്തെങ്കിലും പരാധീനതകളുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയാനും പറ്റും. ഈ ബ്ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ബ്ലോഗറാണ്. ഈ ബ്ലോഗർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ പരിസരത്തിൽ ആര് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിലും വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിലും സ്വന്തം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. ആദ്യം പറ്റൂല എന്നുണ്ടെങ്കിൽ പരിസരത്തിലെ 4 ആളുകളെ കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിനും കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും, സ്നേഹിതന്മാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും, സംഘടനാ പ്രവർത്തകരുണ്ടാവും. ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം ഒരു നാടിനെ മൊത്തം അധിക്ഷേപിച്ച് ഈ മെമ്പറെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ മെമ്പർ ഇപ്പോൾ ഇവിടെ 4 വർഷമായിട്ടുള്ളൂ. ഈ മെമ്പർ ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒന്നും ചെയ്തിട്ട് കൊടുത്തിട്ടില്ല എന്നിരിക്കുക. അതവിടെ നിൽക്കട്ടെ, അതിലല്ല ഇവിടെ പ്രസക്തി. ഈ വീട് ഇത്രയാക്കി കൊടുത്തത് ഈ നാട്ടിലത്തെ ക്ലബ്ബ് സുഹൃത്തുക്കൾ, നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടാണ്. ഇത് മൊത്തം കമ്പിയും പട്ടയാണ്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ 20-25 വർഷം LDF ഭരിച്ച വാർഡാണ് ഞങ്ങളുടെ വാർഡ്, ഞാൻ ഉൾപ്പെടെയുള്ള വാർഡ്. ഇവിടെ ഇപ്പോൾ UDF വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. എനിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും ഇതിൻ്റെ വിഷയമല്ല. ഇത് നാട്ടുകാരുടെ പ്രശ്നമാണ്, ഇതിൽ രാഷ്ട്രീയമല്ല. ഇവിടെ ആഷിക്ക് നമ്മളെ സുഹൃത്ത് പിന്നെ ഇവർ ചെയ്തു കൊടുത്താണ് ഈ വീടിൻ്റെ മേൽക്കൂര മൊത്തം പൊളിച്ച് പണിത്. പിന്നെ മാത്രമല്ല ബാത്റൂം ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താണ് അമ്മക്ക്. ഈ അമ്മേൻ്റെ ആവശ്യമായ കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കൊരു മോളുണ്ട്, അവർ പുറത്താണ്, നാട്ടിലല്ല. അവർക്കിപ്പോൾ അമ്മേനെ അടുത്ത് വന്ന് നിൽക്കാനോ കൊണ്ടുപോകാനോ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇതിൽ വിഷമമുണ്ട്. അവർ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അവരുടെ വിഷമം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തം ചുറ്റുപാടത്ത് എന്ത് നടക്കുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവിടുത്തെ വിഷയങ്ങൾ സ്വന്തമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പരിഹരിക്കുക. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മെമ്പറെ, അവിടുത്തെ പരിസരവാസികളൊക്കെ അറിയിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ള അവഹേളിക്കാനോ രാഷ്ട്രീയം പ്രസംഗിക്കാനോ അല്ല ഒരു വീഡിയോ ചെയ്യേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത്രയും നമ്മുടെ നാട്ടിലെ ക്ലബ്ബ്, ഹീറോസ് ക്ലബ്ബ്, നമ്മളെ ക്ലബ്ബ് എല്ലാ നാട്ടിലത്തെ 4 ലക്ഷം രൂപ ഒരു വർഷത്തിൽ വികസനം കൊണ്ടുവരുന്ന ക്ലബ്ബാണ്. നാട്ടിലത്തെ എന്ത് രോഗികൾക്കാണെങ്കിലും എന്ത് ചാരിറ്റി പ്രവർത്തനമാണെങ്കിലും എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന നമ്മളെ സുഹൃത്തായ ആഷിക്കുണ്ട്. അതുപോലെ പിന്നെ മൂസിൻ നമ്മളെ മെമ്പറെ ഹസ്ബൻഡാണെങ്കിൽ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരൊക്കെ ഇതൊന്നും ഞാൻ രാഷ്ട്രീയ വയസ്സിലല്ല സംസാരിക്കണ്ട. ഞാൻ ഇവനോടനെ ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എതിർക്കേണ്ട കാര്യത്തിന് ഇവനെ എതിർക്കലുണ്ട്. ഞാൻ അങ്ങനെയാണ്. അതിപ്പോൾ ഇവനോടൊക്കെ ഞാൻ സംസാരിച്ചു. ഇന്ന് രാവിലെ പറഞ്ഞു, എതിർക്കേണ്ട കാര്യത്തിൽ നമ്മൾ എതിർക്കല്, സപ്പോർട്ട് ചെയ്ത് നമ്മൾ 100% അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത്. ഇവിടെ നാട്ടിലത്തെ എന്ത് വിഷയത്തിലും മുമ്പിൽ ഇറങ്ങുന്ന ഒരാൾക്കാരാണ് ആഷിക്ക്, ഇതുപോലെ ചെയ്താക്കൂ. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ ചളിവാരി തേക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ നാട്ടുകാരിൻ്റെ സുഹൃത്തുക്കൾ ഇതെന്നും വലുത് തന്നെയാണ്. അതിൽ രാഷ്ട്രീയമല്ല, സംഘടനയല്ല, മറ്റ് പ്രവർത്തനങ്ങളില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? കുഞ്ഞുമ്മി ചേട്ടത്തി പുറത്തൊരാളൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ, എൻ്റെ തറവാടിൻ്റെ അയൽവാസി തന്നെയാണ്. അപ്പോൾ കുഞ്ഞുമ്മി ചേട്ടത്തിക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം, ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ട് മറ്റുള്ളവരെ മോശമാക്കുക, അവഹേളിക്കുക, അത് ശരിയല്ല. അതപ്പോൾ ഉണ്ടായതല്ലേ? നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ല? ഇപ്പോ മുപ്പത്തേര് സങ്കടപ്പെടണമെന്ന് വെച്ചാൽ മുപ്പത്തേര് കുടുംബത്തിന് കൂടി വഷളായി എന്നുള്ളതാണ്. പുള്ളിക്കാരത്തിക്ക് അറിയില്ല ഈ വീഡിയോ എന്തിനാ ഇവ എടുത്തതെന്നുള്ളത്. ഈ വ്ളോഗ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് അറിയാതെയാണ് ഈ പുള്ളിക്കാരത്തി. എന്നാ ഈ വ്ളോഗിൽ പുള്ളിക്കാരത്തി എന്തെങ്കിലും പരാതി പറയണ്ടോ? അതുമില്ല, ഒരു പരാതിയും പറയണില്ല. അവർ ഇലക്കറികൾ കഴിച്ച് ജീവിച്ചോട്ടെ, എന്താ പ്രശ്നം? നല്ല സാധനമല്ലേ ഈ ശരീരത്തിന് ഇലക്കറി അല്ലാതെ എന്താ ചിക്കനാ മട്ടനാ വേണ്ട? ഇപ്പോൾ ഇവർ ഇതാ എപ്പോഴും കൂളായിട്ട് നടക്കണം. 19 വയസ്സായില്ലേ, ഒരു പ്രശ്നമല്ല, അൽഹംദുലില്ലാ റായത്തായിട്ട് ജീവിച്ചു പോണ്. പിന്നെ വീട്
ഒരുപാട് അടിപൊളിയാക്കേണ്ട ആവശ്യം മൂപ്പത്തിരിക്കില്ല. അത് മൂപ്പത്തിരിനെ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. ആ വീട് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമല്ല, വാർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇതിൽ കടന്ന് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയാണ്. പൊതുവെ പ്രായമായ ആളുകൾ പലരും ആഗ്രഹിക്കുന്ന അതാണ്. പിന്നെ ചോർന്നലിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. അതിവിടെ ക്ലിയർ ആക്കി 2 വർഷം, എത്ര വർഷമായി പോയി? അന്നപതി സ്വത്തില്ല ആളാണ്. ഈ കമ്പി പട്ടി ശരിയാണ്. 2 വർഷത്തിന്റെ മുകളിലായി ഈ വീട് ഈ കണ്ടീഷനിലാക്കി കൊടുത്തു. കമ്പി പട്ടി അത് നമ്മൾ കാട്ടി കൊടുത്താണ് എല്ലാവർക്കും. അവിടേക്കാണ് പോവല്ല. മൊത്തം കമ്പിയും പട്ടിയാക്കി കൊടുത്താണ്. അതൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ നാട്ടുകാർ ചെയ്താണ്. പഞ്ചായത്തിലെ പഞ്ചായത്തിന്റെ ഇത് തന്നെ ചെയ്താട്ടോ, പഞ്ചായത്തിന്റെ ചെയ്ത് കൊടുത്താണ്. ചെറുക്കന്മാർ മുന്നിട്ടിറങ്ങി. ഇത് ഒരു വീട് മാത്രമല്ല, ഇവിടെ പല വീടും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇനിയും ചെയ്തു കൊടുക്കും. അത് പഞ്ചായത്തില്ലെങ്കിലും നാട്ടുകാർ, സുഹൃത്തുക്കൾ, ക്ലബ്ബ് എല്ലാം ചെയ്തു കൊടുക്കും. നിങ്ങൾ ഈ പടത കെട്ടിയ വീട് ഷീറ്റ്, അത് നമ്മളെ സുഹൃത്തിന്റെ വീടാണ്. ആ വീടിനും ഇതുപോലെ ക്ലബ്ബ് നാട്ടുകാരും കൂടിയാണ്, ഫുള്ള് നാട്ടുകാരും മാത്രം കൂടി ചെയ്തൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അതിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മളെ ഈ വിഷയമുള്ള വീട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലില്ല, അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മോശമാക്കരുത്. ഇത് മെയിനായിട്ട് സംഭവിക്കണമെന്നല്ല, ഇവരെ കുടുംബക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. കുടുംബക്കാർ എന്ന് ഇവരെ വിളിക്കലുണ്ട്, ഇവരെങ്ങോട്ടും പോകില്ല. അത് ചില പ്രായമായ ആളുകളൊക്കെ നമ്മളൊക്കെ അങ്ങനെയാവും ചില. ആ വീഡിയോസിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ അമ്മ എപ്പോൾ സുഖമില്ലാത്തൊരു സാഹചര്യം വന്നാലും ഈ സഹോദരങ്ങളും ഇവരുടെ ആങ്ങളെയും മക്കളും, കുട്ടൻ എന്ന് പറയും, നമ്മുടെയൊക്കെ സുഹൃത്താണ്, നമ്മുടെ നാട്ടിലെ എല്ലാ നിലയ്ക്കും എല്ലാ രംഗത്തും ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനം കൂടിയാണ്, സംഘടനാ പ്രവർത്തകരാണ്. അപ്പോൾ അവരൊക്കെ ഒരു മോശമായ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളുമല്ല. ഈ കുടുംബത്തിനെ നോക്കാതെ, ഈ അമ്മയെ നോക്കാത്ത വിഷയം ഇതൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അവരെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കാരണം വയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ കൊണ്ടുപോയി നോക്കും. ഇവർ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരു പ്രകൃതമാണ്. ഓരോ മനുഷ്യനുണ്ടല്ലോ, വയസ്സാകുമ്പോൾ പ്രത്യേക സ്വഭാവം. അതിപ്പോൾ നമുക്ക് ആർക്കൊന്നും തടയാൻ കഴിയില്ല. അവരവരുടേതായ രീതിയിൽ ചിന്തിക്കുന്നു, അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. മോക്ക് പോലും ഒന്നും ചെയ്യാൻ സാഹചര്യമല്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. മോള് ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ വിദേശത്താന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ വൻ സെറ്റപ്പൊന്നുമല്ല, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി വിദേശത്ത് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ ചെയ്യാൻ നിൽക്കണ്ട. പക്ഷേ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ആരെന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഒരുപാട് ആളുകളെ വേദനിപ്പിക്കും, ഒരുപാട് ആളുകൾക്കത് പ്രയാസം ഉണ്ടാകും. ഇതൊക്കെ ഇവരുടെ ഈ അമ്മയുടെ വിഷമങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ അറിയിക്കുക ആദ്യം. അവർക്ക് തട്ടി മാറ്റി അവർക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരെ അറിയിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോൾ, എന്ത് വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ ചെയ്യുക. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.